പിണറായിസ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയത്തിന് വേപ്പൂര് അന്ത്യം കുറിക്കും. മാത്രമല്ല, ഇവിടെ ഈ ഗവൺമെൻറ് നടത്തിവരുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, മതേതര വിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും അതിൻ്റെ പ്രതികരണം കൂടിയാണ് ഉണ്ടാവുക. അതിലൊരു അഡീഷണലാണ് ഈ പറയുന്ന മരുമോനിസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടെ ശക്തി കൂടും. തീർച്ചയായിട്ടും ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ നേതാവിത്വമുള്ള മണ്ഡലമാണ്. അവിടെ ഈ ഒരു അമിതാത്മവിശ്വാസമല്ലേ താങ്കളുടെ? അല്ല, ഇടതുപക്ഷം ഇപ്പോൾ 99 സീറ്റിലല്ലേ, ഇപ്പോൾ ഭൂരിപക്ഷത്തിലാണല്ലോ കേരളത്തിലുള്ളത് അല്ലേ. അത് 25 സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഈ പേപ്പർ പെടും, അത്രയേ ഉള്ളൂ. ആ ജനങ്ങളുടെ മനസ്സ് ഈ പിണറായി ഗവൺമെൻറ്റിനെതിരാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആകെത്തുകയാണ് ഞാൻ ഈ പറയുന്ന പിണറായിസം. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഗവൺമെൻറ്റിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജനങ്ങൾ കണ്ടില്ല. തമിഴ്നാട്ടിലുണ്ടാവും. പിണറായിയുടെ വികാരം പ്രതിഫലിക്കാൻ കഴിയുള്ളൂ. ആ പിണറായിയുടെ വികാരം എന്ന് പറയുന്നത് ആ കൊച്ചു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കുകയും അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിനപ്പുറം തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കാൻ ഇന്ന് ഈ പറയുന്ന ഒരാളും ഒരു ഘട്ടത്തിലും തയ്യാറാവുന്നില്ല. ഇന്ന് തൊഴിലാളിൻ്റെ പേര് കേൾക്കുന്നത് പോലും ഈ കമ്മ്യൂണിസ്റ്റ് ലീഡർമാർക്ക് അലർജിയാണ്. അവർക്ക് ഈ മുതലാളിമാരുടെ ഈ പൂശിയിട്ടുള്ള എന്താ പറയുക സുഗന്ധം, ആ സുഗന്ധം മാത്രമേ അവർക്ക് താങ്ങാൻ കഴിയുള്ളൂ. ഈ വിയർപ്പിൻ്റെ, തൊഴിലാളിയുടെ വിയർപ്പിൻ്റെ ഗന്ധം അവർക്ക് അലർജിയാണ്. വെല്ലുവിളിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂരങ്ങാടിയിൽ 2 മേശ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമുക്ക് വികസനത്തെക്കുറിച്ചും സംസാരിക്കാം. ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉത്തരം പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ചോദിക്കും. നിങ്ങൾ നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ 2ാം ഘട്ട ലിസ്റ്റ് UDF പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയും കുറച്ച് സീറ്റുകൾ കൂടി UDF പ്രഖ്യാപിക്കാനുണ്ട്. എന്നാൽ 2ാം ഘട്ട ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി UDF സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ മത്സരിക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട നിർണായകമായ ഒരു സംഭവം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനും നിലവിൽ ബേപ്പൂരിലെ MLA മുഹമ്മദ് റിയാസിന് എതിരെയാണ് PV അൻവർ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ, നിലമ്പൂരിൽ നിന്നും 2 തവണ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ് ഇടതുപക്ഷ പാളയത്തിന് തീയിട്ടുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്, MLA സ്ഥാനം രാജിവെച്ചത്. അങ്ങനെയാണ് നിലമ്പൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതും ആര്യാടൻ ഷൗക്കത്ത് അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നതും. എന്നാൽ അന്നു മുതൽ PV അൻവറിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടതുമുന്നണിയിൽ തനിക്ക് ഏറ്റവും കൂടുതൽ പാരമിടുന്നത് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്ന രീതിയിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനായ ബേപ്പൂർ സുൽത്താൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ ചെന്ന് തറപറ്റിക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ അങ്കണത്തിൽ. മുഹമ്മദ് റിയാസിന്റെ സ്വന്തം തറവാട് എന്ന് വിശേഷിപ്പിക്കുന്ന ബേപ്പൂരിൽ ചെന്നുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിനെ തറപറ്റിക്കുന്നതിന് വേണ്ടിയായിരുന്നു PV അൻവറിന്റെ ശ്രമങ്ങൾ അത്രയും. പിന്നീട് UDF ചേക്കേറിയ PV അൻവർ ബേപ്പൂർ മണ്ഡലം ചോദിച്ചു മേടിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഓരോ മത്സരാർത്ഥികളും അവർക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ചോദിച്ചു മേടിക്കുന്നത് എന്ന് പറയുമ്പോൾ PV അൻവർ ഇവിടെ രാഷ്ട്രീയപരമായ ഒരു ഔന്നിത്യം കാണിച്ചിരിക്കുന്നു, നട്ടെല്ല് കാണിച്ചിരിക്കുന്നു. ഒരുപക്ഷെ UDF കരഗതമാക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന 28,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുഹമ്മദ് റിയാസ് വിജയിച്ചു കയറിയ ഇടതുപക്ഷം തേരോട്ടം നടത്തിയ ബേപ്പൂർ മണ്ഡലം തന്നെ എനിക്ക് മത്സരിക്കാൻ തരൂ, ആ മണ്ഡലം ഞാൻ UDF തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ മുന്നോട്ട് വന്നത്. ഇവിടെ പല MP മാരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, തങ്ങൾക്ക് ഇന്ന മണ്ഡലം തന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ UDF വിജയത്തിന് വേണ്ടി LDF വമ്പൻ സ്രാവുകൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഞങ്ങൾ പോയി മത്സരിച്ച് ആ മണ്ഡലം ഞങ്ങൾ UDF തരാം, മേടിച്ചു തരാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒരു MP-മാർക്കുമില്ല. തിണ്ണമെടുക്ക് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ മത്സരിക്കാം, ഇവിടെ മത്സരിച്ചാൽ ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ കൂടി ഉണ്ടെങ്കിലേ UDF അധികാരത്തിൽ വരൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ചില MP-മാർക്ക് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ PV അൻവർ നൽകിയിരിക്കുന്നത്. എനിക്ക് ജയസാധ്യതയുള്ള മണ്ഡലം തരാനല്ല PV അൻവർ പറഞ്ഞത്. PV അൻവർ 2 പ്രാവശ്യം നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച ആൾ തന്നെയാണ്. UDF പിന്തുണയുണ്ടെങ്കിൽ വീണ്ടും നിലമ്പൂരിൽ നിന്ന് PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ PV അൻവർ തനിക്ക് ഏറെ കടുത്ത മത്സരം പ്രതീക്ഷിക്കാവുന്ന ബേപ്പൂർ മണ്ഡലം തന്നെ ചോദിച്ചു മേടിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനെ അവിടെ തറപറ്റിക്കുക, ഇടതുപക്ഷത്തെ തറപറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് PV അൻവർ ആ മണ്ഡലം ചോദിച്ചു മേടിച്ചത്. ബേപ്പൂർ തരികയാണെങ്കിൽ അത് UDF കയ്യിൽ ഞാൻ വെച്ചു തരും, നല്ല ഭൂരിപക്ഷത്തോടു കൂടി ആ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കും എന്നാണ് PV അൻവർ പറഞ്ഞത്. ഇത് രാഷ്ട്രീയ നട്ടല് തന്നെയാണ്, രാഷ്ട്രീയ ഔന്നിത്യം തന്നെയാണ് PV അൻവറിന്റേത് എന്ന് വേണം എടുത്തു പറയാൻ. പിണറായി വിജയൻ ഭരിക്കുന്നത് ഒരേ ഒരു കുടുംബത്തിന് വേണ്ടിയാണ്, അതായത് തായ്ക്കണ്ടി കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നത്. അവിടെ മുഹമ്മദ് റിയാസുമുണ്ട്. കേരളത്തിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് മുഹമ്മദ് റിയാസിന്റെ ചെയ്തികളെല്ലാം, അല്ലെങ്കിൽ ആ രീതിയിലാണ് പെരുമാറ്റ രീതികളെല്ലാം. എന്നാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച PV അൻവറിന്റെ എതിർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിലകൊള്ളുന്ന മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നാണ് PV അൻവർ ചോദിക്കുന്നത്.
വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ആരോഗ്യ രംഗത്താകട്ടെ, പൊതുജന ജീവിത രംഗത്താകട്ടെ, യാതൊരു തരത്തിലും വികസനങ്ങളില്ലാത്ത ഒരു ബേപ്പൂരിനെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് PV അൻവർ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും UDF സ്ഥാനാർത്ഥിയാകണം, അല്ലെങ്കിൽ UDFന്റെ ഭാഗമായി നിന്ന് മത്സരിക്കണം, അത് ബേപ്പൂരിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കാരണവശാലും UDFന് അനുകൂലമല്ലാത്തൊരു മണ്ഡലം തെരഞ്ഞുപിടിച്ച് മുഹമ്മദ് റിയാസിനെ തറപറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ 3-4 മാസങ്ങളായി PV അൻവർ ബേപ്പൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ബേപ്പൂരിന്റെ മുക്കും മൂലയും എനിക്ക് തൊട്ടറിയാം, ഇവിടുത്തെ ഓരോ ജനങ്ങളെയും എനിക്കറിയാം, എല്ലാവർക്കും എന്നെയും അറിയാം. സാധാരണക്കാരുടെ ജനപ്രതിനിധിയായി താഴെ മണ്ണിലിറങ്ങി ജീവിക്കണം, മുഹമ്മദ് റിയാസിന്റെ പോലെ സീപ്ലെയിനിലും അല്ലെങ്കിൽ സ്പീഡ് ബോട്ടുകളിലും മാത്രം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സഞ്ചരിക്കാതെ, അതായത് അമ്മായിപ്പനായ മുഖ്യമന്ത്രിയെ പോലെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലെ 48കാരുടെ അകമ്പടിയോടുകൂടി ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ജനപ്രതിനിധിയല്ല സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ബേപ്പൂരിന് ആവശ്യം. മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിൽ പണി ചെയ്യുന്ന സാധാരണക്കാരന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞ് കഴിവെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവിത അഭിവൃദ്ധിക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കുന്ന മണ്ണിൽ നിന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരെയാണ് ബേപ്പൂരിന് ആവശ്യം. PV അൻവറിന്റെ ഉദ്ദേശവും അത് തന്നെയാണ് എന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പിണറായിസ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയത്തിന് ബേപ്പൂര് അന്ത്യം കുറിക്കും. മാത്രമല്ല, ഇവിടെ ഈ ഗവൺമെൻറ് നടത്തിവരുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, മതേതര വിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും അതിൻ്റെ പ്രതികരണം കൂടിയാണ് ഉണ്ടാവുക. അതിലൊരു അഡീഷണലാണ് ഈ പറയുന്ന മരുമോനിസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടെ ശക്തി കൂടും. അല്ല, തീർച്ചയായിട്ടും ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ മേധാവിത്വമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഈ ഒരു അമിത ആത്മവിശ്വാസമല്ലേ താങ്കളുടെ? അല്ല, ഇടതുപക്ഷം ഇപ്പോൾ 99 സീറ്റിലല്ലേ, ഇപ്പോൾ ഭൂരിപക്ഷത്തിലാണല്ലോ കേരളത്തിലുള്ളത് അല്ലേ. അത് 25 സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഈ ബേപ്പൂര് പെടും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 28,000 വോട്ടല്ലേ എന്ന് ഇന്ന് രാവിലെ ആരോ എന്നോട് സുഹൃത്തുക്കളാരോ ചോദിച്ചു. അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം 2,80,000 3 ലക്ഷം വോട്ടുണ്ടായിരുന്ന മണ്ഡലങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറി മറിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മനസ്സ് ഈ പിണറായി ഗവൺമെൻറ്റിനെതിരാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആകെത്തുകയാണ് ഞാൻ ഈ പറയുന്ന പിണറായിസം. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഗവൺമെൻറ്റിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജനങ്ങൾ കണ്ടില്ല. തമിഴ്നാട്ടിലുണ്ടാവും, ജയലളിത ഭരിക്കുമ്പം ജയലളിതയാണ് തീരുമാനിക്കുക. ഈ പറയുന്ന DMK ഭരിക്കുമ്പം അവിടെ കരുണാനിധിയാണ് തീരുമാനിക്കുക. ആന്ധ്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിൽ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിനെ ഉൾക്കൊള്ളാത്ത, ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത ഒരു എന്താ പറയുക, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പാർട്ടി ഉണ്ടോ അവിടെ? CPM എന്ന് പറയുന്ന പാർട്ടി എവിടെ? പാർട്ടി സെക്രട്ടറി എവിടെ? പണ്ട് പാർട്ടിയായിരുന്നു ഇതൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ആ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി പിണറായിസത്തിൻ്റെ ഭാഗമായിട്ട്. മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത, മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിന് മനസ്സിലാക്കി സംസാരിക്കാൻ ശേഷിയില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദമാഷ് മാറി. അത് തന്നെയാണ് ഈ പാർട്ടിയുടെ തകർച്ച. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വികാരപരമായിട്ടുള്ള രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ്. അതിനെന്നും എന്താ പറയുക, അതിൻ്റെ പിൻബലം ഉണ്ടാവും. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് സാമുദായികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹികമായ പിൻബലം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പിൻബലം ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പിൻബലം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ആശയത്തിന് അടിസ്ഥാനപ്പെടുത്തി ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന, ആ പാർട്ടിയെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന സഖാക്കളാണ് ആ പാർട്ടിയുടെ പിൻബലം. ആ പാർട്ടിയിൽ ചർച്ചകൾ നടക്കും. ഇന്ന് അതൊന്നുമില്ല. ആ പാർട്ടി ഉണ്ടാക്കി കൊണ്ട് നടക്കുന്ന സഖാക്കളെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുള്ള അധികാരമല്ല പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും. ജില്ലാ സെക്രട്ടറി ആയാലും സംസ്ഥാന സെക്രട്ടറി ആയാലും പാർട്ടിയുടെയും ജനങ്ങളുടെയും വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് പിണറായിയുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ. ആ പിണറായിയുടെ വികാരം എന്ന് പറയുന്നത് ആ കൊച്ചു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കുകയും അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിനപ്പുറം തൊഴിലാളി എന്ന് പറയുന്നൊരു വാക്കുച്ചരിക്കാൻ ഇന്ന് ഈ പറയുന്ന ഒരാളും ഒരു ഘട്ടത്തിലും തയ്യാറാവുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജീവിക്കുന്ന കടലോരത്തിലൂടെയാണ് ഈ യാത്ര നടക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, മന്ത്രിയുടെ യാത്ര നടക്കുന്നത്, മുഹമ്മദ് റിയാസിൻ്റെ. എവിടെയെങ്കിലും മന്ത്രിയുടെ പ്രസ്താവനകളും ആ പ്രസംഗങ്ങളും എടുത്തു നോക്കൂ. ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗം തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാകുക? രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഇന്ന് തൊഴിലാളിൻ്റെ പേര് കേൾക്കുന്നത് പോലും ഈ കമ്മ്യൂണിസ്റ്റ് ലീഡർമാർക്ക് അലർജിയാണ്. അവർക്ക് ഈ മുതലാളിമാരുടെ ഈ പൂശിയിട്ടുള്ള എന്താ പറയുക സുഗന്ധം, ആ സുഗന്ധം മാത്രമേ അവർക്ക് താങ്ങാൻ കഴിയുള്ളൂ. ഈ വിയർപ്പിൻ്റെ, തൊഴിലാളിയുടെ വിയർപ്പിൻ്റെ ഗന്ധം അവർക്ക് അലർജിയാണ്.
അതുകൊണ്ടാണ് പറയുന്നത് വാസവനൊക്കെ ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട്, അദാനിയെ കെട്ടിപ്പിടിച്ചിട്ട്, ഇതാ വരൂ കാണൂ ഞങ്ങളുടെ പാർട്ട്ണർ. എവിടെ എത്തി? കേരളത്തിലെ 10ഓ 25ഓ ആളുകളുടെ കയ്യിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒതുക്കി. അത് പിണറായി പറയുന്നത് നടപ്പിലാക്കാനുള്ള ഒരു സേനയുണ്ടാക്കി. അത് പ്രതിഫലിക്കും, ഒരു തർക്കമില്ല. അത് കേരളത്തിൽ ഒട്ടാകെ പ്രതിഫലിക്കും. അതിൽ സുനാമിയായി മാറും ബേപ്പൂര്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. ഞാൻ ഡിബേറ്റിന് വിളിക്കുന്ന ഈ പറയുന്ന വലിയ വികസനം നടത്തി എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ, ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ ജീവിതത്തിൽ ഒരാളെയും വെല്ലുവിളിക്കാത്തവനാ. വെല്ലുവിളിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂരങ്ങാടിയിൽ 2 മേശ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമുക്ക് വികസനത്തെക്കുറിച്ചും സംസാരിക്കാം. ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉത്തരം പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ചോദിക്കും. നിങ്ങൾ കാണുമല്ലോ, ജാഥ കഴിഞ്ഞ് പോയിട്ടില്ലല്ലോ. PV അൻവർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബേപ്പൂരങ്ങാടിയിൽ 2 മേശ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഇവിടെ നടന്ന വികസനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, നമുക്കൊന്ന് ഇരുന്ന് കൊടുത്തുകൂടെ? നിങ്ങൾ ചോദിക്കും. മന്ത്രി ഒറ്റക്കാണ്ട് 10 ആൾ വന്നോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് മതി ഇപ്പുറത്ത്, നമുക്ക് സംസാരിക്കാൻ ഉള്ളൂ. മനസ്സിലായില്ല? എല്ലാ സഹായികളും കമ്പ്യൂട്ടറും പരിപാടിയൊക്കെ ആയിട്ട് വരട്ടെ. ഒരൊറ്റ ആൾ ഞാനൊന്ന് സംസാരിക്കാം. നമ്മളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അത് ജനങ്ങളോട് പറയേണ്ട ഉത്തരം, PV അൻവറിനോടല്ല. 2 ലക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്ത് വോട്ട് വാങ്ങി അവിടുന്ന് ജയിച്ചു പോയി മന്ത്രിയായി ഒരു മുഖ്യമന്ത്രിയുടെ പവറോട് കൂടിയിട്ട് കേരളം മുഴുവൻ കഴിഞ്ഞ 4.25 വർഷമായി നടന്ന വ്യക്തി എന്ത് ചെയ്തു അവിടുത്തെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഉത്തരം പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെ നമ്മൾ ജനങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. വേറെന്താ, ജനങ്ങളോട് സംവദിക്കുക. നമ്മൾ ജനങ്ങളുടെ ഇടയിലാണല്ലോ. മൂപ്പര് സീ പ്ലെയിനിൽ ഇറങ്ങുന്നു, സ്പീഡ് ബോട്ടിൽ പോകുന്നതാണല്ലോ. ജനങ്ങളുമായിട്ടല്ലല്ലോ ബന്ധം. ഒക്കെ ഉയരങ്ങളിൽ ആകാശമിട്ടായി. എന്താ സംഭവം? ബേപ്പൂർ സുൽത്താൻ ബഷീർ സാറിൻ്റെ പേരിലുണ്ടാക്കിയ ആ സ്ഥാപനത്തിൻ്റെ പേര് ആകാശമിട്ടായി. എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഒക്കെ ആകാശത്താണ്. സീ പ്ലെയിന് ഈ പറയുന്ന, ഞാൻ എപ്പോഴും പറഞ്ഞ ആവർത്തന വിരസത വരും. അപ്പം അദ്ദേഹം ഡിബേറ്റിന് വരട്ടെ, സാധാരണ വിഷയങ്ങളുമായി വേണ്ടി ഞാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിച്ചിട്ട് അതിന് മറുപടി ഒന്നും പറഞ്ഞു നിങ്ങൾ.